ഒന്ന് നോക്കിക്കേ, കേരളത്തിൽ അബ്കാരി നിയമപ്രകാരം കള്ളിന് വേണ്ടി എത്ര തരം മരങ്ങളുടെ കൂമ്പ് ചെത്താനാണ് അനുമതിയുള്ളത്? അങ്ങനെ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എഴുതുക. എത്രയാണ്? 3 ആണ്. എത്രയാണ്? 3 മരങ്ങളുടെ കൂമ്പ് ചെത്താനാണ് അനുമതിയുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഒന്ന് തെങ്ങാണ്, 2 പനയാണ്, മൂന്നാമത്തത് ഏതാണ്? ചൂണ്ടപ്പനയാണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. ഒരു ദിവസം ഒരു തെങ്ങിൽ നിന്നും എത്ര ലിറ്റർ വരെയാണ് നമുക്ക് ചെത്തിയെടുക്കാനായിട്ട് പറ്റുന്ന കള്ള്? എത്രയാണ്? 1.5 ലിറ്റർ ആണ്. എത്രയാണ്? ഒരു തെങ്ങിൽ നിന്ന് നമുക്ക് ചെത്തിയെടുക്കാനായിട്ട് പറ്റുന്ന എത്രയാണ്? 1.5 ലിറ്റർ ആണ്. ഇനി അത് നമുക്ക് പനയിലേക്ക് വരികയാണെങ്കിൽ എത്രയാണ്? 4.5 ലിറ്റർ ആണ്. എത്രയാണ്? 4.5 ലിറ്റർ ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ചൂണ്ടപ്പനയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, ഏകദേശം 6.25 ലിറ്റർ വരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ചെത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ലാസ്റ്റ് വൺ ഒരു പോയിന്റ് കൂടെ പറയാണ്. നമ്മുടെ തെങ്ങിൽ നിന്നും ചെത്തിയെടുക്കുന്ന കള്ളിൽ അനുവദിക്കാൻ പറ്റുന്ന പരമാവധി ആൽക്കഹോളിന്റെ അളവ് എത്ര എന്ന് നിങ്ങളടുത്ത് ചോദിക്കുകയാണെങ്കിൽ പറയുക. 8.98%. പ്രീവിയസിലാണെങ്കിൽ നമ്മൾ 8.1% ഒന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് അപ്ഡേറ്റഡ് ആണ്. ഇനി പനയിലേക്ക് വരികയാണെങ്കിൽ അത് എത്ര പെർസെൻറ്റേജ് ആണ്? 5.2% ആണ്. എത്രയാണ്? 5.2% ആണ്. ഇനി ചൂണ്ടപ്പനയിലേക്ക് വരികയാണെങ്കിൽ അത് എത്രയാണ്? 5.9% ആണ്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.